അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബുൽ ഫിഖ്ഹിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു ഫുൾ റിവിഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ആമുഖമായി വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ 1 മുതൽ നിസ്കാരം എന്നുള്ള 1-ാമത്തെ പാഠം മുതൽ 16-ാമത്തെ പാഠം നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ, ഇത്രയും പാഠങ്ങളാണ് ഈ വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത്രയും പാഠങ്ങളുടെ ഒരു ഫുൾ റിവിഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1-ാമത്തെ പാഠം നിസ്കാരം. ഈ പാഠത്തിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ ഇബാദത്താണ് നിസ്കാരം. ഇസ്ലാം കാര്യങ്ങളിൽ 2-ാമത്തേത് നിസ്കാരമാകുന്നു. നേരത്തെ 2-ാം ക്ലാസ്സിൽ ഇസ്ലാം കാര്യങ്ങൾ 5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 2-ാമത്തേത് നിസ്കാരമാകുന്നു. നിസ്കാരം ദീനിന്റെ തൂണാണ്. ആർക്കാണ് നിസ്കാരം നിർബന്ധമാവുക? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. 7 വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായാൽ നിസ്കാരത്തിന്റെ പേരിൽ അടിക്കുക. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. രക്ഷിതാക്കളാണ് ഇത് ചെയ്യേണ്ടത്. സമയനിഷ്ഠ, ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കാരം അതിന്റെ സമയത്തെ വിട്ട് പിന്തിക്കാവതല്ല. നിസ്കാരത്തിന്റെ സമയമായാൽ ഉടനെ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. ഇനി ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല. നിസ്കാരത്തിന്റെ സമയമായി, നമ്മൾ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ നിസ്കാരം മറന്നുപോയി, അങ്ങനെ ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല. പക്ഷേ അതിന് ഖളാ വീട്ടൽ വാജിബാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ അതിന് ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഉത്തരം പറയാം. നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ്? നമ്മളിവിടെ പറഞ്ഞു, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. രക്ഷിതാക്കളുടെ കടമ എന്താണ്? 7 വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കുക. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. ഇനി പൂർത്തിയാക്കാം. ഇസ്ലാം കാര്യങ്ങളിൽ എത്രാമത്തേതാണ് നിസ്കാരം? 2-ാമത്തേത് നിസ്കാരമാകുന്നു. നിസ്കാരം ഡാഷ് തൂണാണ്. നിസ്കാരം ദീനിന്റെ തൂണാണ്. ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? നിസ്കാരമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു, ശരീരം കൊണ്ട് ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്, ആരാധന, അത് നിസ്കാരമാകുന്നു. ഇനി ശരി അടയാളപ്പെടുത്താം. നിസ്കരിക്കേണ്ട സമയം എപ്പോഴാണ്? ആദ്യ സമയമാണ് നിസ്കരിക്കേണ്ടത്. നിസ്കാരം ബന്ധിക്കാൻ പറ്റാത്ത കാരണം കളി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഉറക്കം മറവി, ഇതുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ നമ്മൾ കുറ്റക്കാരാവുകയില്ല. പക്ഷെ കളി കാരണം നമ്മൾ നിസ്കാരം നഷ്ടപ്പെടുത്തിയാലോ നമ്മൾ കുറ്റക്കാരാവും. ഇനി ഇവിടെ ചെറിയ ഒരു ഹദീസ് ഉണ്ട്. അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിന്റെ തൂണാകുന്നു. വിദ്യാർത്ഥികൾ ഇത്തരം ചെറിയ ഹദീസുകൾ നിർബന്ധമായും മനഃപ്പാഠമാക്കി വെക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. 2-ാമത്തേത് പാഠം 2, നിസ്കാരത്തിന്റെ ഷർത്തുകൾ. ഇവിടെ വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കണം, എന്താണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡെഫിനിഷൻ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം. നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ. നിസ്കാരത്തിൽ പെട്ടത്, നിസ്കാരത്തിൽ പെടാത്തത്, എന്താണ് അതിന്റെ വ്യത്യാസം? നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില വാക്കുകൾ, പ്രവൃത്തികൾ, അതിനാണ് നിസ്കാരം എന്ന് പറയുക. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതോടുകൂടെ നിസ്കാരത്തിന്റെ അകമായി, ഇൻസൈഡായി. ഇവിടെ നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൽ പെടാത്തതും, അപ്പൊ നിസ്കാരത്തിന്റെ പുറത്തുള്ള സംഭവങ്ങളാണ്. എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ. അത് എത്രയാണ്? ആകെ 5 ഷർത്തുകളാണുള്ളത്. 1-ാമത്തത് ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. 2 തരം അശുദ്ധികളാണുള്ളത്. ഒന്ന് ചെറിയ അശുദ്ധി, മറ്റൊന്ന് വലിയ അശുദ്ധി. ഈ ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവണം. അപ്പൊ ചെറിയ അശുദ്ധിയുള്ള ആളുകൾ വുളു എടുത്ത് ശുദ്ധിയാവണം. വലിയ അശുദ്ധിയുള്ള ആളുകൾ കുളിച്ച് ശുദ്ധിയാവണം. 2-ാമത്തത് നജസിൽ നിന്ന് ശുദ്ധിയാവുക.
നിസ്കരിക്കുന്ന ആളുടെ ശരീരം, അതുപോലെ വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവണം. നജസ് എന്നാൽ എന്താ? ശേഷം നമ്മൾ പറയും മലം, മൂത്രം, അതുപോലെ ഛർദിച്ചത്, ലഹരി ദ്രാവകങ്ങൾ, ഇതൊക്കെയാണ് നജസ്. അതിൽ നിന്ന് ശുദ്ധിയാവണം. ഔറത്ത് മറക്കണം. പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ നിർബന്ധമായും മറക്കണം. സ്ത്രീയാണെങ്കിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും മറക്കണം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. സമയമാവുകയും ആയെന്ന് അറിയുകയും ചെയ്യുക. ഓരോ നിസ്കാരത്തിനും ഓരോ സമയങ്ങളുണ്ട്. ആ സമയമായതിനു ശേഷമാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ സമയമാവുകയും ആയെന്ന് അറിയുകയും ചെയ്യുക. ഇനി അഞ്ചാമത്തെ ഷർത്ത്, ഖിബിലക്ക് മുന്നിടുക. നമ്മൾ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. പരിശുദ്ധമായ കഅബയാണ് നമ്മുടെ ഖിബില. ആ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. ഈ 5 കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ. നിർബന്ധമായും വിദ്യാർത്ഥികൾ ഈ 5 അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. വ്യക്തമാക്കാം. നിസ്കാരത്തിന്റെ ഷർത്ത് എന്നാൽ എന്താ? നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങൾക്കാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്ന് പറയുന്നത്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്രയാണ്? 5 ഇനി നിസ്കാരത്തിന്റെ 5 ഷർത്തുകൾ ഇവിടെ എഴുതാം. നേരത്തെ നമ്മൾ പറഞ്ഞ 5 ഷർത്തുകൾ വിദ്യാർത്ഥികൾ ഇവിടെ എഴുതി പരിശീലിക്കണം. ഇനി മൂന്നാമത്തെ പാഠം, ശുദ്ധിയാവൽ. നിസ്കാരത്തിന് വേണ്ടി നാം ശുദ്ധിയാവണം. ശുദ്ധി 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ, മറ്റൊന്ന് നജസിൽ നിന്ന് ശുദ്ധിയാവൽ. അശുദ്ധികൾ എത്ര വിധമുണ്ട്? 2 വിധമുണ്ട്. ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി. വുളൂ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. അതിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം. ഉദാഹരണമായി നമ്മൾ മൂത്രമൊഴിച്ചു അല്ലെങ്കിൽ കാഷ്ടിച്ചു. അങ്ങനെ നമ്മൾ മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്താൽ നമ്മൾ ചെറിയ അശുദ്ധിയുള്ളവരായി. പിന്നെ നമുക്ക് നിസ്കരിക്കണമെങ്കിൽ വുളൂ എടുക്കൽ നിർബന്ധമാണ്. ഇനി കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി. അതിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. അപ്പോൾ വലിയ അശുദ്ധിയുള്ളവർ നിർബന്ധമായും കുളിച്ചതിന് ശേഷമാണ് നിസ്കരിക്കാൻ പാടുള്ളൂ. മറ്റൊന്ന് നജസിൽ നിന്ന് ശുദ്ധിയാവൽ. നിസ്കാരത്തിന് മുമ്പ് നമ്മുടെ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസുകളിൽ നിന്ന് ശുദ്ധിയാക്കണം. ഇനി എന്തൊക്കെയാണ് നജസുകൾ? മലം, മൂത്രം, രക്തം, ചലം, ഛർദിച്ചത്, ലഹരി ദ്രാവകം, നായ, പന്നി, ശവം തുടങ്ങിയവ നജസുകളാണ്. ഈ കാര്യങ്ങളൊക്കെ നജസുകളാണ്. അപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് മൂത്രമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല. അത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് നിസ്കരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ഈ പറയപ്പെട്ട നജസുകൾ ഉണ്ടെങ്കിൽ ആദ്യം അത് ശുദ്ധിയാക്കിയതിനു ശേഷമാണ് പിന്നെ നമ്മൾ നിസ്കരിക്കേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞു ശവം നജസാണ് എന്ന് പറഞ്ഞു. എന്നാൽ മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി എന്നിവയുടെ ശവം നജസല്ല. അപ്പൊ ഉദാഹരണം, ഒരു മനുഷ്യൻ മരിച്ചാൽ ആ ഡെഡ് ബോഡി നജസല്ല. അതുപോലെ മത്സ്യം, ഫിഷ്, അത് ചത്താൽ എന്തല്ല? നജസല്ല, നമുക്ക് കഴിക്കാം, പ്രശ്നമില്ല. അതുപോലെ വെട്ടുകിളി, ഇതൊന്നും എന്തല്ല? നജസല്ല. ബാക്കിയുള്ള എല്ലാ ജീവികളും ചത്താൽ അത് നജസാണ്. ഇനി ഈ നജസുകൾ ശുദ്ധിയാക്കേണ്ടുന്ന രൂപം എങ്ങനെയാണ്? നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. ഉദാഹരണം, നമ്മുടെ ഡ്രസ്സിൽ കാഷ്ടമായി. അങ്ങനെ കാഷ്ടമായാൽ അതിന്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ നിർബന്ധമായും നമ്മൾ കഴുകണം. എന്നാൽ നായ, പന്നി എന്നിവ കൊണ്ട് നജസായാൽ 7 തവണ കഴുകണം. കാരണം ഈ നായ, പന്നി എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മുഗല്ലദായ നജസാണ്. അതുകൊണ്ട് അശുദ്ധിയായാൽ 7 തവണ കഴുകണം. അതിലൊരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ഈ രൂപത്തിലാണ് നജസുകൾ ശുദ്ധിയാക്കേണ്ട വിധം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താ ചെയ്യേണ്ടത്? വുളു എടുക്കണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം, വസ്ത്രം, അതുപോലെ നിസ്കരിക്കുന്ന സ്ഥലം എന്നിവ നജസുകളിൽ നിന്ന് ശുദ്ധിയാക്കണം. നജസുകളുടെ ഡാഷ് എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. നമ്മൾ അവസാനം പറഞ്ഞു നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. ഇനി ചർച്ച ചെയ്യാം. നായ നമ്മെ സ്പർശിക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം എന്താ? നായ തൊട്ടാൽ നമ്മൾ 7 തവണ കഴുകണം. നമ്മൾ പറഞ്ഞു നായ, പന്നി എന്നിവ പോലത്തത് കൊണ്ട് അശുദ്ധിയായാൽ 7 തവണ കഴുകണം. അതിലൊരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നായ വന്ന് നമ്മളെ നക്കിയാലോ? ആ ഭാഗം നമ്മൾ 7 തവണ കഴുകണം. അതിലൊരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടൊക്കെ കഴുകണം. ഇനി നമ്മുടെ വസ്ത്രത്തിൽ മൂത്രമായാൽ അതെങ്ങനെ വൃത്തിയാക്കണം? ആ മൂത്രത്തിന്റെ മണം, അതുപോലെ രുചി, അതുപോലെ അതിന്റെ നിറം ഒക്കെ നീങ്ങുന്നത് വരെ നമ്മൾ കഴുകണം. ചെറിയ കുട്ടികളുടെ മൂത്രവും മലവും നജസിൽ ഉൾപ്പെടുമോ? തീർച്ചയായും ഉൾപ്പെടും.
ഇനി നജസുകൾക്ക് നേരെ ശരിയായ അടയാളം നൽകാം. ഇവിടെ താഴെ കുറച്ച് വസ്തുക്കളുടെ പേരുണ്ട്. അതിൽ ഏതൊക്കെയാണ് നജസ്? രക്തം നജസാണ്, കഫം നജസല്ല, മൂത്രം നജസാണ്, ചത്ത മത്സ്യം നജസല്ല, കണ്ണുനീര് നജസല്ല, ചലം നജസാണ്. അപ്പോൾ രക്തം, മൂത്രം, ചലം ഈ മൂന്നെണ്ണവും നജസുകളാണ്. ഇനി പാഠം 4, വുളൂഇന്റെ ഷർത്തുകൾ. വുളൂഇന്റെ ഷർത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ എടുക്കണം. ഇനി വുളൂ എടുക്കുന്നതിന്റെ രൂപങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത്. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വുളൂഇന്റെ ഷർത്തുകൾ. ഇവിടെ ഷർത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വുളൂഇൽ പെട്ടതല്ല, മറിച്ച് വുളൂ ശരിയാവാൻ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതിനാണ് വുളൂഇന്റെ ഷർത്തുകൾ എന്ന് പറയുക. വുളൂ ശരിയാവാൻ ചില നിബന്ധനകളുണ്ട്, അവക്ക് വുളൂഇന്റെ ഷർത്തുകൾ എന്ന് പറയുന്നു. അവ 5 ആകുന്നു. ഒന്നാമത്തത് എന്താണ്? വെള്ളം തഹൂറായിരിക്കുക. വെള്ളം തഹൂറായിരിക്കുക. എന്താണ് തഹൂർ എന്നുള്ളതിന്റെ അർത്ഥം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തഹൂർ. അശുദ്ധികൾ ഉയർത്താനും നജസുകൾ നീക്കാനും തഹൂറായ വെള്ളം തന്നെ വേണം. വെള്ളം പലതരമുണ്ട്. തഹൂറായ വെള്ളം, അതുപോലെ താഹിറായ വെള്ളം, പിന്നെ മുതനജ്ജിസായ വെള്ളം, ഇങ്ങനെ വെള്ളങ്ങൾ പലതരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വെള്ളമാണ് തഹൂറായ വെള്ളം. എന്താണ് തഹൂറായ വെള്ളം? സ്വയം ശുദ്ധിയുണ്ട്, അതുപോലെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റും. ഏതുപോലെ? നമ്മുടെ കിണറിലെ വെള്ളം, പുഴയിലെ വെള്ളം, കടലിലെ വെള്ളം, ഇതൊക്കെ തഹൂറായ വെള്ളത്തിന്റെ ഉദാഹരണമാണ്. ഇനി താഹിറായ വെള്ളം, ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയാണ്. താഹിറായ വെള്ളം അതിന്റെ ഉദാഹരണമാണ് ജ്യൂസ്, അല്ലെങ്കിൽ ഇളനീര്, കഞ്ഞിവെള്ളം, ഇതൊക്കെ താഹിറായ വെള്ളത്തിന്റെ ഉദാഹരണമാണ്. അത് ശുദ്ധിയുണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. അപ്പോൾ ഈ വുളൂ എടുക്കാനും അതുപോലെ കുളിക്കാനും ഒക്കെ ഉപയോഗിക്കേണ്ടുന്ന വെള്ളം ഏത് വെള്ളമായിരിക്കണം? തഹൂറായ വെള്ളമായിരിക്കണം. സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റും. ഏതുപോലെ? നമ്മുടെ കിണറിലെ വെള്ളം, അതുപോലെ കുളത്തിലെ, പുഴയിലെ ഒക്കെ വെള്ളം പോലെ. അപ്പൊ ഒന്നാമത്തെ ഷർത്ത് എന്താണ്? വുളൂവിന്റെ ഒന്നാമത്തെ ഷർത്ത് വെള്ളം തഹൂറായിരിക്കണം. തഹൂറായ ശുദ്ധമായ വെള്ളം കൊണ്ടായിരിക്കണം നമ്മൾ വുളൂ എടുക്കേണ്ടത്. ഇനി രണ്ടാമത്തത്, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. നമ്മൾ വുളൂഇൽ ഏതെല്ലാം അവയവങ്ങൾ കഴുകുന്നുണ്ട്? നമ്മുടെ മുഖം കഴുകുന്നുണ്ട്, കൈകൾ കഴുകുന്നുണ്ട്, കാലുകൾ കഴുകുന്നുണ്ട്. ഈ അവയവങ്ങളിലെല്ലാം, വുളൂഇൽ കഴുകപ്പെടുന്ന അവയവങ്ങളിലൊക്കെ നമ്മൾ വെള്ളം ഒലിപ്പിക്കണം. അല്ലാതെ ജസ്റ്റ് വെള്ളത്തിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ ഈ അവയവങ്ങളിൽ ഇങ്ങനെ മസാജ് ചെയ്താൽ പോരാ, മറിച്ച് വെള്ളം ഒലിക്കണം. അത് വുളൂഇന്റെ ഒരു ഷർത്താണ്. നനഞ്ഞാൽ മാത്രം മതിയാവുകയില്ല. ഇനി മൂന്നാമത്തെ ഷർത്ത്, വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. ഉദാഹരണം, നമ്മുടെ കയ്യിൽ നമ്മൾ വുളൂ എടുക്കുമ്പോൾ കഴുകുന്ന അവയവമാണല്ലോ. ആ കയ്യിൽ ഏതെങ്കിലും ചായം, ഏതെങ്കിലും നിറം അങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വുളൂ എടുക്കുന്ന സമയത്ത് വുളൂവിന്റെ വെള്ളം അതിലേക്ക് ചേരുമ്പോൾ വുളൂവിന്റെ വെള്ളം തന്നെ പകർച്ചയാകും. അങ്ങനത്തെ ഒരു സാധനവും കഴുകപ്പെടുന്ന അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അത് നീക്കം ചെയ്തതിന് ശേഷമാണ് വുളൂ എടുക്കേണ്ടത്. ഇനി നാലാമത്തത്, വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം. ഏതുപോലെ? പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി, അതുപോലെ പെയിന്റ് ഒക്കെ ഉദാഹരണങ്ങളാണ്. തുടങ്ങിയവ വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കളാണ്. ഉദാഹരണം, പശ ഇങ്ങനെ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ വുളൂ എടുത്താൽ നമ്മുടെ തൊലിയിലേക്ക് വെള്ളം ചേരൂല. വെള്ളം ആ പശയുടെ മുകളിലൂടെ ഒഴുകിപ്പോകും. അപ്പൊ നമ്മുടെ വുളൂ ശരിയാവുകയില്ല. അപ്പോൾ ഈ പറഞ്ഞ പശ, അല്ലെങ്കിൽ ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി, പെയിന്റ് മുതലായവ ഈ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ ഉണ്ടെങ്കിൽ ആദ്യം അതിനെ നീക്കം ചെയ്തതിന് ശേഷമാണ് വുളൂ എടുക്കേണ്ടത്. നഖത്തിനുള്ളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന അഴുക്ക് പോലെയുള്ളവ നീക്കം ചെയ്യണം. അപ്പൊ നഖത്തിനുള്ളിൽ വല്ല അഴുക്കുകളും ഉണ്ടെങ്കിൽ ആദ്യമൊക്കെ അത് നീക്കം ചെയ്തതിന് ശേഷമാണ് വുളൂ എടുക്കേണ്ടത്. ഇനി അഞ്ചാമത്തത്, നിത്യാശുദ്ധിയുള്ളവർക്ക് സമയമാവുക. ആരാണ് ഈ നിത്യാശുദ്ധിയുള്ളവർ? മൂത്രവാർച്ച പോലെയുള്ള നിത്യാശുദ്ധിയുള്ളവർ ഫർള് നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കും സമയം ആയ ശേഷം മാത്രമേ വുളൂ ചെയ്യാൻ പാടുള്ളൂ. ശരിക്കും നമുക്ക് നേരത്തെ വുളൂ ചെയ്ത് റെഡിയായി നിൽക്കാം നിസ്കാരത്തിന്, സമയമാവുന്നതിന് മുമ്പേ പറ്റും. പക്ഷേ ഈ നിത്യാശുദ്ധിയുള്ള ആളുകൾ, എപ്പോഴും മൂത്രം പോകുന്ന അസുഖമുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകൾ ആ സമയമായതിനു ശേഷമാണ് വുളൂ എടുക്കേണ്ടത്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് വുളൂവിന്റെ ഷർത്തുകൾ. 1, വെള്ളം തഹൂറായിരിക്കുക. 2, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. 3, വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 4, വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 5, നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയമാവുക. ഈ 5 വുളൂവിന്റെ ഷർത്തുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം.
ഉത്തരം പറയാം. വുളുവിന്റെ ഷർത്തുകൾ എത്ര? 5. വുളുവിന്റെ മൂന്നാമത്തെ ഷർത്ത് ഏതാണ്? നമ്മളിവിടെ പറഞ്ഞു, വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാമാണ്? മുഖം, കൈകൾ, കാലുകൾ, ഇതൊക്കെ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങളാണ്. 4. നിത്യാശുദ്ധിക്കാർ സമയമായ ശേഷം മാത്രം വുളൂ ചെയ്യേണ്ട നിസ്കാരങ്ങൾ ഏവ? ഫർള് നിസ്കാരങ്ങൾ, അതുപോലെ സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ. ഇനി ഉദാഹരണങ്ങൾ കണ്ടെത്താം. തഹൂറായ വെള്ളത്തിന്റെ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു. കിണറിലെ വെള്ളം, പുഴയിലെ വെള്ളം, കടലിലെ വെള്ളം, ഇതൊക്കെ തഹൂറായ വെള്ളത്തിന്റെ ഉദാഹരണമാണ്. തഹൂർ അല്ലാത്ത വെള്ളം ഏതാണ്? ഉദാഹരണമായിട്ട് നമുക്ക് താഹിറായ വെള്ളമോ അല്ലെങ്കിൽ മുത്തനജിസായ വെള്ളമോ, ഇതൊക്കെ തഹൂർ അല്ലാത്ത വെള്ളത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഉദാഹരണം ഇളനീര് അല്ലെങ്കിൽ ജ്യൂസ്, ഇനി നജസ് കലർന്ന വെള്ളം, ഇതൊക്കെ തഹൂറ അല്ലാത്ത വെള്ളത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ നമ്മളിവിടെ പറഞ്ഞു. പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി, പെയിന്റ്, ഇതൊക്കെ വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കളാണ്. ഇനി ശരി തെറ്റുകൾ രേഖപ്പെടുത്താം. ഇളനീർ വെള്ളം കൊണ്ട് വുളൂ ചെയ്യുന്നു, പറ്റുമോ? ഇളനീര് കൊണ്ട് നമുക്ക് വുളൂ എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അത് ത്വാഹിറാണ്, തഹൂർ അല്ല. വുളൂ ചെയ്യും മുമ്പ് കയ്യിലുള്ള പെയിന്റ് നീക്കം ചെയ്യുന്നു, ശരി, അങ്ങനെ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ വുളൂ ശരിയാകൂല, വെള്ളം ചേരൂല. ഇനി 5-ാമത്തെ പാഠം വുളൂഇന്റെ ഫർളുകൾ. നേരെ തൊട്ട് മുമ്പത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് വുളൂഇന്റെ ഷർത്തുകളാണ്. ഇനി വുളൂഇന്റെ ഫർളുകൾ. ഈ ഓരോന്നും വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കണം. വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളൂഇന്റെ ഫർളുകൾ. വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളൂഇന്റെ ഫർളുകൾ. എത്ര ഫർളുകളാണ് വുളൂഇനുള്ളത്? 6 ഫർളുകളാണുള്ളത്. ഒന്നാമത്തത് നിയ്യത്ത് ചെയ്യുക. എന്താണ് നിയ്യത്ത്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? മുഖം കഴുകുന്നതിന്റെ മുമ്പാണ് നമ്മൾ ഈ ഫർളായ നിയ്യത്ത് ചെയ്യേണ്ടത്. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇതാണ് ഒന്നാമത്തെ ഫർള്, നിയ്യത്ത്. 2-ാമത്തെ ഫർള് ഏതാണ്? മുഖം കഴുകുക. 3-ാമത്തെ ഫർള് 2 കൈയും മുട്ടോടുകൂടി കഴുകുക. ഈ ഓരോ പിക്ചറും വിദ്യാർത്ഥികൾ ഇങ്ങനെ മെമ്മറിയിൽ ഓർമ്മിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഫർളുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തത് നിയ്യത്ത്, 2-ാമത്തത് മുഖം കഴുകുക, 3-ാമത്തത് 2 കൈയും മുട്ടോടുകൂടി കഴുകുക, 4-ാമത്തത് തലയിൽ നിന്ന് അല്പം തടവുക, 5 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇനി 6-ാമത്തത് ഇവയെല്ലാം വഴിയായി ചെയ്യുക. ആദ്യം നിയ്യത്ത് വേണം, പിന്നെ മുഖം കഴുകൽ ഉണ്ടാവണം, പിന്നെ കൈ 2 മുട്ടോടുകൂടെ കഴുകണം, പിന്നെ തലയിൽ നിന്ന് അല്പം തടവണം, പിന്നെ കാലുകൾ കഴുകണം. ഈ രൂപത്തിൽ ഓർഡറായിട്ട് വഴിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് 6-ാമത്തെ ഫർള്. ഇനി ഇവിടെ ക്രമ നമ്പർ ചേർക്കാം. ഇവിടെ ആദ്യത്തെ നമ്പർ ഏതിനാ കൊടുക്കേണ്ടത്? മുഖം കഴുകലിന് 1 എന്നുള്ള നമ്പർ കൊടുക്കണം. 2-ാമത്തത് കൈ കഴുകല്, 3-ാമത്തത് തല തടവൽ, 4-ാമത്തത് കാല് കഴുകൽ. ശരിയാക്കി എഴുതാം. വുളൂഇന്റെ ഫർളുകൾ 5 ആകുന്നു. എത്രയാണ് വുളൂഇന്റെ ഫർളുകൾ? 6 ആകുന്നു. തല തടവിയതിന് ശേഷമാണ് കൈ കഴുകേണ്ടത്, അങ്ങനെയാണോ? അല്ല, കൈ കഴുകിയതിന് ശേഷമാണ് തല തടവേണ്ടത്. മുഖം കഴുകിയതിന് ശേഷമാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, അല്ല, മുഖം കഴുകുന്നതിന്റെ മുമ്പ് നിയ്യത്ത് ചെയ്യണം. മുൻകൈ മാത്രം കഴുകിയാൽ മതി, പോരാ. മുൻകൈ, കൈ മുട്ടുൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യണം? കഴുകണം. ഇനി സ്വയം ശീലിക്കാം. വുളൂ എടുക്കുന്ന രൂപങ്ങളൊക്കെ, പ്രാക്ടിക്കലൊക്കെ ഉസ്താദുമാർ മദ്രസകളിൽ നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് പാഠം 6, വുളൂഇന്റെ സുന്നത്തുകൾ. നമ്മൾ നേരത്തെ വുളൂഇന്റെ ഷർത്തുകൾ വിശദീകരിച്ചു, വുളൂഇന്റെ ഫർളുകൾ വിശദീകരിച്ചു. ഇനി വുളൂഇന്റെ സുന്നത്തുകൾ. വുളൂഇന് ഫർളുകൾ മാത്രമല്ല, സുന്നത്തുകളുമുണ്ട്. ഫർളുകൾ മാത്രം ചെയ്തുകൊണ്ട് വുളൂ ചെയ്താലും വുളൂ ശരിയാകും. നമ്മൾ നേരത്തെ പറഞ്ഞ ഫർളുകൾ ഉണ്ടല്ലോ, നിയ്യത്ത്, മുഖം കഴുകൽ, കൈ 2 മുട്ടുൾപ്പെടെ കഴുകൽ, തലയിൽ നിന്ന് അല്പം തടവൽ, കാല് കഴുകൽ, അല്ലെ? ഈ ഫർളുകൾ മാത്രം നമ്മൾ ചെയ്താലും വുളൂ ശരിയാകും. പക്ഷേ സുന്നത്തുകൾ കൂടി ചെയ്താൽ മാത്രമേ പൂർണ്ണമായ വുളൂ ആവുകയുള്ളൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഒരു പരിപൂർണമായ വുളൂ എടുത്തത്? ഈ സുന്നത്തുകളെല്ലാം ചേർത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ എടുത്തിട്ടുള്ളത്. അതുപോലെയാണ് നമ്മളും വുളൂ എടുക്കേണ്ടത്. അതുകൊണ്ട് സുന്നത്തുകൾ കൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വുളൂ ആവുന്നത്. ഏതൊക്കെയാണ് വുളൂഇന്റെ സുന്നത്തുകൾ? 1, കിബിലയിലേക്ക് മുന്നിടുക. നമ്മൾ വുളൂ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് ഏത് ഡയറക്ഷനിലേക്ക് ആവണം? കിബിലയിലേക്ക് തിരിഞ്ഞ് നമ്മൾ വുളൂ എടുക്കുക.
എന്നിട്ട് വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടുകൂടി, നമ്മൾ നേരത്തെ ഫർലായ നിയ്യത്ത് നമ്മൾ പറഞ്ഞു, മുഖം കഴുകുന്നതിന്റെ അല്പം മുമ്പ് വുളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്നുള്ള നിർബന്ധമായ നിയ്യത്ത്, അത് നിർബന്ധമാണ്, നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ പറയുന്നത് സുന്നത്തായ ഒരു വുളു, തുടക്കത്തിൽ വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടുകൂടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്ന് ചൊല്ലിക്കൊണ്ട് മുൻകൈ രണ്ടും കഴുകുക. നിർബന്ധമായും ഈ ദിക്ർ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു പഠനം അല്ല, മറിച്ച് മരിക്കുവോളം ഇനി നമുക്ക് നിസ്കരിക്കാനുള്ളതാണ്. വുളു എടുക്കുന്ന സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ വുളു എടുക്കേണ്ടത്. ഈ ദിക്ർ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. പിന്നെ മിസ്വാക്ക് ചെയ്യുക. മുൻകൈ കഴുകിയതിനു ശേഷം മിസ്വാക്ക് ചെയ്യുക. അതിനുശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുക, അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. നീയത്ത് ഉച്ചരിക്കുക. നമ്മൾ നേരത്തെ വുളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു, ഈ നീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖൽബിലാണ് ഉണ്ടാവേണ്ടത്, മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ ആ നീയത്ത് നാവ് കൊണ്ട് പറയുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ വുളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് പറയുമ്പോൾ സുന്നത്തിന്റെ കൂലിയും കൂടി നമുക്ക് ലഭിക്കും. ഇനി ഒരാൾ പറയാതെ അത് കൽബിലും ചിന്തിച്ചു എന്നാലും മതി, അതാണ് വേണ്ടത്. പക്ഷെ നാവ് കൊണ്ട് പറയൽ അത് സുന്നത്താണ്. രണ്ട് കൈയും മുട്ടിന് മുകളിലേക്ക് കൂടി കഴുകുക. അതുപോലെ തല മുഴുവനും തടവുക. രണ്ട് ചെവികളും ഉള്ളും പുറവും തടവുക. മുഖം, കൈകാലുകൾ നീട്ടി കഴുകുക, കുറച്ച് കയറ്റി കഴുകുക. കൈകാലുകൾ കഴുകുമ്പോൾ വലതിനെ മുന്തിക്കുക. മുകളിൽ പറഞ്ഞതെല്ലാം 3 തവണ ചെയ്യുക. അപ്പൊ വുളൂഇന്റെ ഓരോ പ്രവർത്തനങ്ങളും 3 തവണയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവസാനം 2 കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്യുക. ഈ ദുആവും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം, ജീവിതത്തിൽ കൊണ്ടുവരണം. ഏതാണ് ദുആ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീൻ വജ്അൽനി മിൻ ഇബാദികസ് സാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ ദുആ വുളൂഇന് ശേഷമുള്ള ദുആ ആണ്. വുളു എടുത്തതിന് ശേഷം നിർബന്ധമായും ഈ ദുആ വിദ്യാർത്ഥികൾ ചെയ്ത് ശീലിക്കണം. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വുളൂഇന്റെ ഫർളുകൾ ഏത്, സുന്നത്തുകൾ ഏത് എന്ന് വേർതിരിക്കുകയാണ് വേണ്ടത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ഈ വുളൂഇന്റെ ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കണം. എല്ലാം 3 പ്രാവശ്യം ചെയ്യൽ അതേതാണ്? വുളൂഇന്റെ സുന്നത്താണ്. മുഖം കഴുകൽ ഫർളാണ്. മുൻകൈ കഴുകൽ സുന്നത്താണ്. വുളൂഇന് ശേഷം ദുആ ചെയ്യൽ സുന്നത്താണ്. ഓരോന്നും വഴിയായി ചെയ്യൽ ഫർളാണ്. ചെവി തടവൽ സുന്നത്ത്, തല അല്പം തടവൽ ഫർള്, തല മുഴുവൻ തടവൽ സുന്നത്ത്. ഇനി ചെയ്തു ശീലിക്കാം. വായിലും മൂക്കിലും വെള്ളം കയറ്റി പുറത്തേക്ക് വിടുന്നത്, അതൊക്കെ ഉസ്താദുമാർ കാണിച്ചു തന്നിട്ടുണ്ടാകും. ഇവിടെ ഈ കോഡ് സ്കാൻ ചെയ്താൽ പരിപൂർണമായ വുളു എടുക്കുന്ന മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുക, ചെയ്ത് ശീലിക്കുക. ഇനി അടുത്തത് പാഠം 7, വുളു മുറിയുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോ വുളൂഇന്റെ ഷർത്തുകൾ പഠിച്ചു, ഫർളുകൾ പഠിച്ചു, സുന്നത്തുകൾ പഠിച്ചു. ഈ ഫർളുകളും സുന്നത്തുകളും ഒക്കെ പാലിച്ച് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വുളു എടുത്തു. ഇനി നമ്മൾ എടുത്ത വുളു എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെടുക? എങ്ങനെയാണ് വുളു മുറിയുക? താഴെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ വുളു മുറിയും. ഒന്നാമത്തത്, മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തത് പുറപ്പെടുക. അപ്പൊ ഒരാൾ മൂത്രമൊഴിച്ചു, വുളു എടുത്തതിന് ശേഷം മൂത്രമൊഴിച്ചു അല്ലെങ്കിൽ കാഷ്ടിച്ചു, അങ്ങനെ മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തത് പുറപ്പെടുക. ഇനി കാറ്റുപോയാലും എന്താകും? വുളു മുറിയും. അപ്പൊ മനിയല്ലാത്ത ബാക്കി എന്ത് ഈ മലമൂത്ര ദ്വാരങ്ങളിലൂടെ പുറപ്പെട്ടാലും വുളു മുറിയും. രണ്ടാമത്തത്, ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്തുപോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അപ്പൊ വുളു എടുത്തതിന് ശേഷം ഒരാൾ നല്ല ഉറക്കുറങ്ങി, അല്ലെങ്കിൽ ബോധം കെട്ടു വീണു, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന വല്ല കാര്യങ്ങളും ഉണ്ടായി, അങ്ങനെ സംഭവിച്ചാൽ വുളു മുറിയും. എന്നാൽ ഉറക്കം തൂങ്ങിയാൽ വുളു മുറിയുകയില്ല. തൂങ്ങി ഉറക്കം കൊണ്ട് എന്ത് ചെയ്യൂല? ഒരാളുടെ വുളു മുറിയൂല. ഒരാൾ കസേരയിൽ ഇങ്ങനെ ഇരുത്ത ഉറപ്പിച്ച് ഇങ്ങനെ തൂങ്ങി ഉറങ്ങാണ്, അങ്ങനെ സംഭവിച്ചാൽ വുളു മുറിയുകയില്ല. ഇനി അടുത്തത്, മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക. നമ്മുടെ മുൻകൈയിന്റെ പള്ള കൊണ്ട് നമ്മുടെ ഗുഹ്യസ്ഥാനമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗുഹ്യസ്ഥാനമോ പ്രൈവറ്റ് പ്ലേസ് തൊട്ടാൽ വുളു മുറിയും.
വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക. ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ വുളൂഉ മുറിയും. ഈ 4 കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ഓർമ്മിച്ചു വെക്കുക. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. നിസ്കാരത്തിനിടയിൽ വുളൂഉ മുറിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നിസ്കാരം പൂർത്തിയാക്കണോ? നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റൂല. വുളൂഉ ചെയ്ത് വീണ്ടും നിസ്കരിക്കണം. ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ നേരെ പോയി നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. വുളൂഉ ചെയ്തതിന് ശേഷം നിസ്കരിക്കും. ഇനി വുളൂഉ മുറിയുന്നവയും അല്ലാത്തവയും അടയാളപ്പെടുത്തി വേർതിരിക്കുക. സഹോദരിയെ സ്പർശിച്ചാൽ വുളൂഉ മുറിയോ? ഇല്ല. നമ്മുടെ സ്വന്തം സിസ്റ്ററെ തൊട്ടാൽ എന്ത് ചെയ്യൂല? വുളൂഉ മുറിയൂല. ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്പർശിച്ചാൽ വുളൂഉ മുറിയും. ഗുഹ്യഭാഗങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ച് തൊട്ടാലോ? വുളൂഉ മുറിയൂല. നമ്മൾ പറഞ്ഞു നേരെ ഓപ്പൺ ആയിട്ട് നമ്മുടെ മുൻകൈയിന്റെ വെള്ള കൊണ്ട് തൊട്ടാലാണ് വുളൂഉ മുറിയുക. അപ്പൊ ഗ്ലൗസ് ഇട്ടാലും മറ വന്നില്ലേ, പ്രശ്നമില്ല. മനിയു പുറപ്പെട്ടാൽ വുളൂഉ മുറിയൂല. തൂങ്ങി ഉറങ്ങിയാൽ വുളൂഉ മുറിയൂല. ആവി പിടിച്ചാൽ വുളൂഉ മുറിയൂല. വുളൂഉ എടുത്ത ശേഷം ഉറങ്ങിയാൽ വുളൂഉ മുറിയും. ഇനി ചോദിച്ചു മനസ്സിലാക്കാം. മുൻകൈയിന്റെ വെള്ള, അന്യർ ആരാണ്, വലിയവർ, വുളൂഉ മുറിയാത്ത ഉറക്കം, ഇതൊക്കെ ഏതാണ് എന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. മുൻകൈയിന്റെ വെള്ള നമുക്കറിയും. അതുപോലെ അന്യരായ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് റിലേഷനിൽ പെടാത്ത ആളുകൾ, അവരാണ് അന്യർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നവർ. അതുപോലെ വലിയവർ, പ്രായപൂർത്തിയൊക്കെ എത്തിയ വലിയ ആളുകൾ. ഇനി വുളൂഉ മുറിയാത്ത ഉറക്കം ഏതാണ്? തൂങ്ങി ഉറക്കം. ഇതാണ് വുളൂഉ മുറിയാത്ത ഉറക്കം. ഇനി പാഠം 8, വിസർജന മര്യാദകൾ. വിസർജന മര്യാദകൾ. നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പാലിക്കേണ്ടത്? മിക്ക ജീവികളും മലമൂത്ര വിസർജനം നടത്താറുണ്ട്. മനുഷ്യരായ നമുക്ക് മലമൂത്ര വിസർജനത്തിന് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ചില അദബുകൾ പാലിക്കേണ്ടതുണ്ട്. അവയിൽ ചിലത് നമുക്ക് പഠിക്കാം. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുക. ഖുർആൻ ദിക്ർ പോലെ ആദരിക്കപ്പെടുന്നവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക. അപ്പൊ നമ്മൾ ടോയ്ലറ്റിലേക്ക് മൂത്രമൊഴിക്കാനോ കാഷ്ടിക്കാനോ പോകുന്ന സമയത്ത് നമ്മുടെ പോക്കറ്റിലോ മറ്റോ ഖുർആനോ അല്ലെങ്കിൽ ദിക്ർ പോലെ ആദരിക്കപ്പെടുന്ന ഏതെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വെക്കണം. അതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. അതുമായിട്ട് പ്രവേശിക്കൽ അത് അദബുകേടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ ചെരുപ്പ് ധരിക്കുക. ചെരുപ്പ് ധരിച്ചിട്ടാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോവേണ്ടത്. തല മറക്കുക. വിസർജന സ്ഥലത്തേക്ക് ഇടത് കാല് വെച്ച് പ്രവേശിക്കുക. പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന ദിക്ർ ചൊല്ലുക. ഈ ദിക്റും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കുക. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കുക. വിസർജന സമയത്ത് സംസാരിക്കാതിരിക്കുക. കാരണമില്ലാതെ നിന്ന് മൂത്രിക്കാതിരിക്കുക. വലത് കാൽ വെച്ച് പുറത്തിറങ്ങുക. പുറത്തിറങ്ങിയ ശേഷം ഗുഫ്രാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്ന് ചൊല്ലുക. അപ്പോൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെയുള്ള ഈ പ്രത്യേക ദിക്റുകൾ വിദ്യാർത്ഥികൾ മനഃപ്പാഠമാക്കുക. ഇനി മറകൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല. നമ്മൾ നിസ്കരിക്കുന്ന ഡയറക്ഷൻ ആണല്ലോ നമ്മുടെ കിബില. ആ കിബിലയിലേക്ക് മറയൊന്നുമില്ലാതെ ഓപ്പൺ ആയിട്ട് കിബിലയിലേക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജനം പാടില്ല. മലമൂത്രദ്വാരങ്ങളിൽ കൂടി മലിനമായ നനവുള്ള ഏത് വസ്തു പുറപ്പെട്ടാലും ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനിയോ മനപ്പാഠം ചൊല്ലാം. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കും മുമ്പ് ചൊല്ലേണ്ട ദിക്ർ നമ്മൾ പറഞ്ഞു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വന്നാൽ ചൊല്ലേണ്ട ദിക്ർ ഗുഫ്രാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ഈ ദിക്റുകൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. ഇനി ശരി തെറ്റ് അടയാളപ്പെടുത്താം. മൂത്രിക്കുന്ന സമയത്ത് സംസാരിക്കൽ തെറ്റാണ്, പാടില്ല. അതുപോലെ മൂത്രപ്പുരയിലേക്ക് ഇടത് കാല് വെച്ച് കയറൽ, അതാണ് വേണ്ടത്. കാരണം കൂടാതെ നിന്ന് മൂത്രിക്കൽ തെറ്റ്. കാരണമുണ്ടെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ഇരുന്ന് തന്നെയാണ് മൂത്രിക്കേണ്ടത്. മൂത്രപ്പുരയിൽ നിന്ന് ഇടതുകാല് വെച്ച് ഇറങ്ങൽ അല്ല, വലത് കാല് വെച്ചാണ് നമ്മൾ മൂത്രപ്പുരയിൽ നിന്ന് ഇറങ്ങേണ്ടത്. ഇനി അടുത്തത് പാഠം 9, ഔറത്ത് മറക്കൽ. നമ്മൾ നേരത്തെ പറഞ്ഞു നിസ്കാരത്തിന്റെ ഒരു ഷർത്തിൽപ്പെട്ടതാണ് ഔറത്ത് മറക്കുക എന്നുള്ളത്. മറക്കൽ നിർബന്ധമായ ശരീരഭാഗങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയുന്നത്. പുരുഷന്റെ ഔറത്ത് ഏത്, സ്ത്രീയുടെ ഔറത്ത് ഏത്? വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കണം. പുരുഷന്റെ ഔറത്ത് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലമാണ് പുരുഷന്റെ ഔറത്ത്. അപ്പൊ നമ്മുടെ പൊക്കിള് അതുപോലെ മുട്ട് എല്ലാം ആ ഒരു ഏരിയ മുഴുവനായിട്ട് മറയുന്ന രൂപത്തിലുള്ള വസ്ത്രം എല്ലാ സമയത്തും നമ്മൾ ധരിക്കണം, പുരുഷന്മാര് ധരിക്കണം. അപ്പൊ ഇനി ഫുട്ബോൾ കളിക്കുകയാണെങ്കിലും മുട്ട് മറയുന്ന രൂപത്തിലുള്ള
3/4 ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ കളിക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ തുട അത് ഔറത്താണ്, മറ്റുള്ളവർ കാണും, അങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ല. നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലമാണ് പുരുഷന്റെ ഔറത്ത്. ഇറുകിയ വസ്ത്രം ധരിക്കൽ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ പുരുഷന് പട്ട് ധരിക്കൽ ഹറാമാണ്. ഇനി പട്ടല്ലാതെ മറ്റൊന്നുമില്ലെങ്കിൽ അത് ധരിക്കാം. നിസ്കരിക്കുന്നവന് നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. കാരണം നിസ്കാരം നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്, അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാണ് നമ്മൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കേണ്ടത്. ഇനി സ്ത്രീയുടെ ഔറത്ത് ഏതാണ്? നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ളവയാണ്. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് സ്ത്രീ മുഖവും മുൻകൈയുമല്ലാത്ത ബാക്കി ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറക്കൽ നിർബന്ധമാണ്. അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീ ശരീരം മുഴുവൻ മറക്കേണ്ടതാണ്. അപ്പൊ പബ്ലിക്കിലേക്ക് സ്ത്രീ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ ശരീരം മുഴുവൻ മറച്ചിട്ടാണ് സ്ത്രീ പുറത്തിറങ്ങേണ്ടത്. സ്ത്രീക്കും ഇറുകിയ വസ്ത്രം ധരിക്കൽ കറാഹത്താണ്. ഇനി അതിന്റെ തദ്രീബാത്ത്, ശരീ തെറ്റുകൾ അടയാളപ്പെടുത്താം. അവൾ ഇറുകിയ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നു, തെറ്റ്. ലൂസായിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കേണ്ടത്. അവൾ ശരീരം മുഴുവൻ മറച്ചു പുറത്തിറങ്ങുന്നു, ശരി. അവൾ അന്യപുരുഷന്റെ മുമ്പിൽ മുഖം മറക്കാതെ നിൽക്കുന്നു, തെറ്റ്. യോജിച്ച നമ്പർ ഇടുക. 1. സ്ത്രീ ഇറുകിയ വസ്ത്രം ധരിക്കൽ കറാഹത്ത്, പുരുഷന് പട്ട് ധരിക്കൽ ഹറാമ്, പുരുഷൻ തലമറക്കൽ സുന്നത്ത്. ഇനി ഉത്തരം പറയാം. പുരുഷന്റെ ഔറത്ത് ഏതാണ്? മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറയുന്ന മുഴുവൻ ആ ഒരു ഭാഗവും പുരുഷന്റെ ഔറത്താണ്, നിർബന്ധമായും മറക്കണം. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏതാണ്? മുഖവും മുൻകൈയുമല്ലാത്ത ബാക്കി മുഴുവൻ ഭാഗവും ആണ് സ്ത്രീയുടെ നിസ്കാരത്തിലുള്ള ഔറത്ത്. ഇനി പാഠം 10, നിസ്കാര സമയങ്ങൾ. ഓരോ ഫർള് നിസ്കാരത്തിനും നിശ്ചിത സമയമുണ്ട്. നിസ്കാരത്തിന്റെ സമയമാവുകയും എന്ന് അറിയുകയും വേണം. സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ച് കരുതുകയോ വേണം. ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മൾ നിസ്കാരത്തിന്റെ ഷർത്തുകൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, സമയം ആയെന്നറിയുകയോ സമയമാവുകയോ ചെയ്യണം. അപ്പോൾ സമയമായതിനു ശേഷമാണ് നമുക്ക് നിസ്കരിക്കാൻ പറ്റുക, അല്ലെ? അപ്പോ ആദ്യ സമയത്ത്, സമയമായാൽ പിന്നെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുതെ നിസ്കാരത്തെ ബന്ധിപ്പിക്കാൻ പാടില്ല. ഇനി ബന്ധിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ആ നിസ്കാരത്തിന്റെ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് ഉറപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ബന്ധിപ്പിക്കാം. എങ്കിലും അനാവശ്യമായി ബന്ധിപ്പിക്കാതിരിക്കലാണ് നല്ലത്. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കുക. ഇനി ഓരോ നിസ്കാരത്തിന്റെയും സമയങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇത് അതുപോലെ തന്നെ പഠിക്കുക. ളുഹർ നിസ്കാരത്തിന്റെ സമയം ഏതാ? സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയതു മുതൽ ഒരു വസ്തുവിന്റെ നിഴൽ മധ്യാഹ്ന നിഴൽ ഒഴിച്ച് അതിന്റെ അത്ര ആകുന്നത് വരെ, ഇതാണ് ളുഹർ. ഇപ്പോൾ നമുക്ക് നിസ്കാരങ്ങളുടെ സമയങ്ങൾ അറിയാൻ ബാങ്ക് സംവിധാനങ്ങളുണ്ട്. എങ്കിലും ഈ നിസ്കാരത്തിന്റെ ഈ സമയങ്ങൾ ഇതുപോലെ നമ്മൾ പഠിച്ചു വെക്കുക. ഇനി അസർ, ളുഹറിന്റെ സമയം കഴിഞ്ഞത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് അസർ. മഗ്രിബിന്റെ സമയം സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുവന്ന ശോഭ മായുന്നത് വരെ. ഇഷായിന്റെ സമയം മഗ്രിബിന്റെ സമയം കഴിഞ്ഞത് മുതൽ ഫജ്റു സാദിഖ് വെളിവാകും വരെ. സുബഹിയുടെ സമയം ഫജ്റു സാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. ഇങ്ങനെയാണ് നിസ്കാരത്തിന്റെ സമയങ്ങൾ. ഇവിടെ യോജിപ്പിക്കാം. ഇഷായിന്റെ സമയം എപ്പോഴാ? ചുവന്ന ശോഭ മാഞ്ഞു മുതൽ. അസറിന്റെ സമയം സൂര്യൻ അസ്തമിക്കുന്നത് വരെ. സുബഹ് സൂര്യൻ ഉദിക്കും മുമ്പ്, മഗ്രിബ് സൂര്യൻ അസ്തമിച്ച ഉടനെ, ളുഹർ സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുമ്പോൾ. ഇനി അടുത്തത് പാഠം 11, ഖിബ്ലക്കു മുന്നിടൽ. നിസ്കാരത്തിന്റെ മറ്റൊരു ഷർത്തായിരുന്നു ഖിബ്ലക്കു മുന്നിടൽ. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് പരിശുദ്ധമായ കഅബയുടെ ഫോട്ടോയാണ്. പരിശുദ്ധമായ കഅബയാണ് നമ്മുടെ ഖിബ്ല. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകളും നിസ്കരിക്കുമ്പോൾ ഒരേ കേന്ദ്രത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കേണ്ടത്. ആ കേന്ദ്രം മക്കയിലുള്ള പരിശുദ്ധമായ കഅബയാണ്. ഇതിന് ഖിബ്ല എന്ന് പറയുന്നു. ഖിബ്ലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിന്റെ ഷർത്താകുന്നു. ഖിബ്ലക്ക് മുന്നിടേണ്ട രൂപം എങ്ങനെയാണ്? നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ടാണ് ഖിബ്ലക്ക് മുന്നിടേണ്ടത്. ഇത് വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കുക. നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ടാണ് മുന്നിടേണ്ടത്. ഇനി ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും ഖിബ്ലയിലേക്ക് തിരിക്കണം. നമുക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയൂലെങ്കിൽ ഇരിക്കാം, ഇരിക്കാൻ കഴിയൂലെങ്കിൽ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കാം, അല്ലെങ്കിൽ മലർന്ന് കിടന്ന് നിസ്കരിക്കാം. അങ്ങനെ പല ഓപ്ഷനുകളും ഉണ്ടല്ലോ. അപ്പോൾ ആ ഓരോ സമയത്തും എങ്ങനെയാണ് ഖിബ്ലയിലേക്ക് മുന്നിടേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്.
ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കിബിലയിലേക്ക് തിരിക്കണം. മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം അതുപോലെ കാലിന്റെ പള്ളകൾ എന്നിവ കൊണ്ടാണ് മുന്നിടേണ്ടത്. മലർന്നു കിടക്കുമ്പോൾ കാലിന്റെ പള്ള അത് കിബിലയിലേക്ക് തിരിയും. അപ്പൊ മുഖം കിബിലയിലേക്ക് തിരിയണമെങ്കിൽ എന്ത് വേണം? തലയിണ പോലത്തത് വെച്ചു കൊടുക്കുമ്പോഴാണ് മുഖം കുറച്ച് പൊന്തി നിൽക്കും, അങ്ങനെ കിബിലയിലേക്ക് തിരിയും. ഈ രൂപത്തിലാണ് കിബിലയിലേക്ക് മുന്നിടേണ്ടുന്ന രൂപം. നിൽക്കുന്നവൻ കിബിലേക്ക് മുന്നിടേണ്ടത് എങ്ങനെയാണ്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ടാണ് മുന്നിടേണ്ടത്. രണ്ടാമത്തത് ഖിബില എന്നാൽ എന്താണ്? തുടക്കത്തിൽ പറഞ്ഞു, പരിശുദ്ധമായ കഅബ. ആ കഅബയാണ്, മക്കയിലുള്ള കഅബയാണ് നമ്മുടെ ഖിബില. ഇനി യോജിപ്പിക്കാം. മുഖം, കാലിന്റെ പള്ളകൾ, ഇങ്ങനെ കിബിലയിലേക്ക് തിരിയേണ്ട ആളാരാണ്? മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവരാണ്. നെഞ്ചുകൊണ്ട് കിബിലയിലേക്ക് തിരിയേണ്ടത് നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ. നെഞ്ച്, മുഖം എന്നിവ കൊണ്ട് കിബിലയിലേക്ക് മുന്നിടേണ്ടത് ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ. ഇനി 12ാമത്തെ പാഠം ബാങ്ക്, ഇക്കാമത്ത്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ബാങ്കും ഇക്കാമത്തും ഒക്കെ. 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ്. ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും സമയത്ത് നാം പാലിക്കേണ്ട സുന്നത്തായ കാര്യങ്ങളുണ്ട്. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. ബാങ്ക്, ഇക്കാമത്ത് എന്നിവക്ക് മുമ്പും ശേഷവും അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ ബാങ്കിന്റെ തുടക്കത്തിലും ബാങ്ക് കൊടുത്തതിന് ശേഷവും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ബാങ്കും ഇക്കാമത്തും കേൾക്കുന്നവർ അതുപോലെ പറയുക. ബാങ്കിന് നമ്മൾ ജവാബ് ചെയ്യണം, മറുപടി കൊടുക്കണം. അപ്പൊ നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെ, ഉദാഹരണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ കേട്ടാൽ, പള്ളിയിൽ നിന്ന് കേട്ടാൽ നമ്മളും അതുപോലെ എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ എന്ന് പറയണം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മറ്റുള്ള അനാവശ്യമായ സംസാരങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ബാങ്ക് കേട്ടാൽ ആ ബാങ്കിനെ നമ്മൾ ബഹുമാനിക്കണം. എന്നിട്ട് ബാങ്കിന് നമ്മൾ മറുപടി പറയണം. എന്നാൽ ഹയ്യ അലകൾ കേൾക്കുമ്പോൾ, ഹയ്യ അലകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹയ്യാല സലാ, ഹയ്യാലൽ ഫലാ അല്ലെ? 2 തവണ ഹയ്യാല സലാ, അതുപോലെ 2 തവണ ഹയ്യാലൽ ഫലാ എന്ന് നമ്മൾ കേൾക്കൂലേ? അങ്ങനെ ഹയ്യാലകൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഈ ഹയ്യാലകളിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നും മറ്റുള്ളത് കേൾക്കുമ്പോൾ അതുപോലെയുമാണ് നമ്മൾ പറയേണ്ടത്. ഇനി സുബഹ് ബാങ്കിൽ ഒരു പ്രത്യേക വേർഡ് ഉണ്ട്. അത് ഏതായിരുന്നു? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ളൊരു പ്രത്യേക ലഫ്ള് ഉണ്ടല്ലോ സുബഹിന്റെ ബാങ്കില്. അത് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? സദഖത വ ബരിർത. അപ്പൊ വിദ്യാർത്ഥികളൊന്ന് നേരത്തെ എണീക്കുകയാണെങ്കിൽ സുബഹിയുടെ ബാങ്കൊക്കെ കേൾക്കും. ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുന്ന സമയത്ത് സദഖത വ ബരിർത എന്ന് പറയാനുള്ള അവസരം നമുക്ക് ലഭിക്കും. ഇനി ഇഖാമത്തിൽ ഖദ് ഖാമത്തിസ് സലാ എന്ന് 2 തവണ പറയും. ആ ഖദ് ഖാമത്തിസ് സലാ എന്ന് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? അഖാമഹല്ലാഹു വ അദാമഹ എന്ന് പറയണം. അപ്പോൾ ഈ ബാങ്കിന്റെ മറുപടികളൊക്കെ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ബാങ്കും ഇഖാമത്തും കഴിഞ്ഞ ശേഷം വിളിച്ചവരും അത് കേട്ടവരും സ്വലാത്തും സലാമും താഴെ കൊടുത്ത ദുആയും ചെല്ലണം. ബാങ്കിന് ശേഷമുള്ള ഈ ദുആയും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം. ഏതാണ് ദുആ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅ وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. ഈ ദുആ നിർബന്ധമായും വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കുകയും ഓരോ ബാങ്ക് കേൾക്കുന്ന സമയത്തും അതിന്റെ അവസാനത്തിൽ നമ്മൾ ഈ ദുആ ചെയ്യുകയും വേണം. ഓർമ്മിച്ചു ചൊല്ലാം. ബാങ്ക്, ഇഖാമത്ത് എന്നിവയുടെ വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വിദ്യാർത്ഥികളൊന്ന് പറഞ്ഞു നോക്കുക. ബാങ്ക് വിളിച്ചു നോക്കുക, അതുപോലെ ഇഖാമത്ത് പറഞ്ഞു നോക്കുക. സുബഹ് ബാങ്കിൽ ഹയ്യാലകൾക്ക് ശേഷം പറയേണ്ട വചനം ഏതാണ്? അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഇഖാമത്തിലെ പ്രത്യേകമായ പദം ഏതാണ്? ഖദ് ഖാമത്തിസ് സലാ. ഹയ്യാലകൾ കേൾക്കുമ്പോൾ പറയേണ്ടത് എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയണം. സദഖത വ ബരിർത എന്ന് ചൊല്ലേണ്ടത് എപ്പോഴാണ്? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ. ഇഖാമത്തിന്റെ പദം കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? അഖാമഹല്ലാഹു വ അദാമഹ എന്ന് പറയണം. ഇനി താഴെയുള്ളവ ക്രമത്തിലാക്കാം. ബാങ്കിന് ശേഷമുള്ള ദുആ ഇവിടെ ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ യോജിച്ചത് രൂപത്തിൽ ഇവിടെ ശരിയാക്കി എഴുതുകയാണ് വേണ്ടത്. ഇനി 13ാമത്തെ പാഠം നിസ്കാരത്തിന്റെ ഫർളുകൾ. നിസ്കാരത്തിന്റെ കർമ്മങ്ങളിൽ ചിലത് ഫർളുകളും ചിലത് സുന്നത്തുകളുമാണ്.
നമ്മൾ നേരത്തെ നിസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ പറഞ്ഞു, അതൊക്കെ വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഇനി ഇവിടെ പറയാൻ പോകുന്നത് നിസ്കാരത്തിന്റെ ഫർളുകളാണ്. നിസ്കാരത്തിന്റെ ഫർളുകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തത് നിയ്യത്ത്. ഫർളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള സംഭവം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരത്തിന്റെ ഉള്ളിൽപ്പെട്ട കാര്യങ്ങൾ, നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഈ നിസ്കാരത്തിനും ഫർളുകളും സുന്നത്തുകളൊക്കെ ഉണ്ട്. ഫർള് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ താഴെ പറയാൻ പോകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ നിസ്കാരം സഹീഹാവുകയില്ല. അത്തരം കാര്യങ്ങൾക്കാണ് ഫർള് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെല്ലാമാണ് നിസ്കാരത്തിന്റെ ഫർളുകൾ? ഒന്നാമത്തത് നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കരുതുക. നമ്മുടെ ഖൽബിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. ഉദാഹരണം, ഉസല്ലി ഫർളൽ ളുഹ്രി, ഞാൻ ളുഹ്ർ ഫർള് നിസ്കാരം നിസ്കരിക്കുന്നു. ഇനി അതിന്റെ പരിപൂർണമായ നിയ്യത്തിന്റെ രൂപങ്ങളൊക്കെ നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണം, മുസല്ലി ഫർളൽ ളുഹ്രി എത്ര റക്അത്ത്? 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. അതാണ് പരിപൂർണമായ നിയ്യത്ത്. എന്തായാലും ആ നിയ്യത്ത് നിർബന്ധമാണ്. നിയ്യത്തില്ലാതെ ഒരു ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല. അപ്പൊ നിസ്കരിക്കുന്ന സമയത്തും നിയ്യത്ത് നിർബന്ധമാണ്. ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം. എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ? അല്ലാഹു അക്ബർ എന്ന് ചൊല്ലലാണ്. മൂന്നാമത്തത് നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കണം. ഫർള് നിസ്കരിക്കുന്ന സമയത്ത് നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ നിൽക്കുക തന്നെ വേണം. ഇനി നിൽക്കാൻ കഴിവില്ലാത്തവനാണ് ഇരിക്കുക എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. നിൽക്കാൻ കഴിവുള്ളതോടുകൂടെ ഇരുന്നാൽ അവന്റെ നിസ്കാരം സഹീഹാവുകയില്ല. നാലാമത്തത് ഫാത്തിഹ ഓതുക. അഞ്ചാമത്തത് റുകൂ ചെയ്യുക. 2 ഉള്ളം കൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുകൂ. റുകൂ ഒക്കെ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നമ്മുടെ 2 ഉള്ളം കൈകൾ കാൽമുട്ടിൽ എത്തും വിധം കുനിയുന്നതിനാണ് റുകൂ എന്ന് പറയുക. അപ്പൊ നമ്മുടെ പിരടിയും നമ്മുടെ മുതുകും ഒക്കെ സമമാവുന്ന രൂപത്തിൽ കുനിയലാണ് റുകൂ. ഇനി എഅ്തിദാൽ എന്ന് പറഞ്ഞാൽ എന്താ? റുകൂവിന്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് തന്നെ മടങ്ങൽ. നമ്മൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് വീണ്ടും നൃത്തത്തിലേക്ക് മടങ്ങലില്ലേ, അതിനാണ് എഅ്തിദാൽ എന്ന് പറയുക. പിന്നെ 2 സുജൂദ് ചെയ്യുക. ഈ സുജൂദ് ചെയ്യുന്ന സമയത്ത് 7 അവയവങ്ങൾ നിലത്ത് വെച്ചാണ് സുജൂദ് ചെയ്യേണ്ടത്. ഏതൊക്കെ? നെറ്റി, അതുപോലെ നമ്മുടെ 2 കയ്യിന്റെ പള്ളകൾ, അതുപോലെ കാൽമുട്ടുകൾ, അതുപോലെ കാലിന്റെ വിരലുകളുടെ പള്ളകൾ. ഇതെല്ലാം കൃത്യമായി ഈ 7 അവയവങ്ങൾ നിർബന്ധമായും നിലത്ത് വെച്ചാണ് നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്. അപ്പോൾ കാലിന്റെ വിരലുകളുടെ പള്ള ഒക്കെ വെക്കുന്നതിൽ പലരും അശ്രദ്ധ കാണിക്കാറുണ്ട്. അതെല്ലാം കൃത്യമായി വെച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. 8ാമത്തെ ഫർള് 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കുക. 9ാമത്തത് തുമഇനീനത്ത്. എന്താണ് തുമഇനീനത്ത് എന്ന് പറഞ്ഞാല്? റുകൂ, ഇഅ്തിദാല്, സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കമടങ്ങൽ. ഉദാഹരണം, നമ്മൾ റുകൂയിലേക്ക് പോയ ഉടനെ തന്നെ എണീറ്റ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ അങ്ങനെ പറയാൻ പാടില്ല. ഒരു ചെറിയ സമയം അവിടെ നമ്മൾ അനങ്ങി താമസിക്കണം. അപ്പൊ നമ്മൾ റുകൂയിൽ 3 തവണ സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി എന്ന് പറയുമ്പോൾ അവിടെ ഒരു അനക്കം വന്നു. എഴുത്തുദാലിൽ നമ്മൾ പഠിച്ച റബ്ബനാ ലക്കൽ ഹംദു എന്നുള്ള ദിക്ർ ചൊല്ലുമ്പോൾ അനക്കം വന്നു. സുജൂദിൽ 3 തവണ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് പറയുമ്പോൾ അനക്കം കിട്ടും. ഇടയിലിരുത്തത്തിൽ റബ്ബി ഗ്ഫിർലി വർഹംനി എന്നുള്ള ദിക്ർ ചൊല്ലുമ്പോൾ അനക്കം കിട്ടും. അപ്പോ ആ ദിക്റുകൾ ചൊല്ലുമ്പോൾ നമുക്ക് ആ തുമഅനീനത്ത് എന്തായാലും കിട്ടും, നിർബന്ധമായും കിട്ടും. ഇനി ദിക്റൊന്നും ചൊല്ലാതെ പെട്ടെന്ന് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ തുമഅനീനത്ത് നഷ്ടപ്പെടും. ഈ തുമഅനീനത്ത് നിസ്കാരത്തിൽ നിർബന്ധമാണ്. റുകൂയിലും ഇഅ്തിദാലിലും സുജൂദിലും ഇടയിലിരുത്തത്തിലൊക്കെ ഒന്ന് അനക്കം അടങ്ങൽ നിർബന്ധമാണ്. അതിനാണ് തുമഅനീനത്ത് എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ഫർള് അവസാന റക്അത്തിൽ അത്തഹിയാത്ത് ഓതുക. നമ്മൾ സലാം വീട്ടാൻ വേണ്ടി ഇരിക്കുന്ന ഇരുത്തണ്ടല്ലോ, അതിനാണ് അവസാന റക്അത്ത്. ആ അവസാന റക്അത്തിൽ അത്തഹിയാത്ത് ഓതുക. അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുക. അവസാനത്തെ അത്തഹിയാത്തിനും സലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കുക. 1ാം സലാം വീട്ടുക. 14ാമത്തത് തർത്തീബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ മുകളിൽ പറഞ്ഞവ ക്രമപ്രകാരം ഓർഡർ ആയിട്ട് ചെയ്യുക. അതിനാണ് തർത്തീബ് എന്ന് പറയുന്നത്. ഇവിടെ നിസ്കാരത്തിൽ ചൊല്ലാനുള്ള ദിക്റുകൾ, പ്രത്യേകിച്ച് അത്തഹിയാത്ത്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്, ഇതെല്ലാം നമ്മൾ 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് കരുതുന്നു. ഇനി തദ്രീബാത്ത് വ്യക്തമാക്കാം. വായ കൊണ്ട് പറയേണ്ടവ. താഴെ പറയുന്ന ഫർളുകളിൽ ഏതെല്ലാമാണ് വായ കൊണ്ട് പറയേണ്ടത്? 1ാമത്തത് സലാം വീട്ടൽ. അത് വായ കൊണ്ട് പറയേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പിന്നെ റുകൂ ചെയ്യൽ, അതൊരു ആക്ഷനാണ്. പിന്നെ നിയ്യത്ത് ഖൽബിയായ ഒരു ഫിഅലാണ്, ഖൽബിയായ ഒരു ഫർളാണ്. ഏത്? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കരുതുക എന്നുള്ളത് ഖൽബ് കൊണ്ട് ഉണ്ടാവുന്നതല്ലേ.
പക്ഷേ എങ്കിലും നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്താണ് എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫാത്തിഹയും വായ കൊണ്ട് പറയേണ്ടതാണ്. നമ്മൾ ഫാത്തിഹ ഓതുകയല്ല വേണ്ടത്. അപ്പോൾ ഇതെല്ലാം വായ കൊണ്ട് പറയേണ്ടതാണ്. ഇനി അടുത്തത് ക്രമ നമ്പർ ഇടാം. ഇവിടെ നിസ്കാരത്തിന്റെ ഫർളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നമ്പർ കൊടുക്കുകയാണ് വേണ്ടത്. റുക്കൂ ചെയ്യൽ, 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കൽ, ഫാത്തിഹ ഓതൽ, എഴുത്തിദാല് ചെയ്യൽ, 2 സുജൂദ് ചെയ്യൽ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നമ്പർ ഇടേണ്ടത്? ഒന്നാമത്തത് ഫാത്തിഹ ഓതൽ, രണ്ടാമത്തത് റുക്കൂ ചെയ്യൽ, മൂന്നാമത്തത് എഴുത്തിദാല് ചെയ്യൽ, നാലാമത്തത് 2 സുജൂദ് ചെയ്യൽ, അഞ്ചാമത്തത് 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കൽ. ആ രൂപത്തിൽ ഇവിടെ ക്രമ നമ്പർ കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഉത്തരം പറയാം. തുമഇനീനത്ത് എന്നാൽ എന്താണ്? നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞു, റുക്കൂ, ഇഅ്തിദാല്, സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കം അടങ്ങുന്നതിനാണ് തുമഇനീനത്ത് എന്ന് പറയുന്നത്. തർത്തീബ് എന്ന് പറയുന്നു എന്തിന്? നമ്മൾ നേരത്തെ പറഞ്ഞ 13 ഫർളുകൾ, ആ 13 ഫർളുകളും ക്രമമായിട്ട് ചെയ്യുന്നതിനാണ് തർത്തീബ് എന്ന് പറയുക. റുക്കോയിന്റെ രൂപം എങ്ങനെയാണ്? നമ്മുടെ മുതുകും പിരടിയും ഒക്കെ സമമാകുന്ന രൂപത്തിൽ നമ്മൾ കുനിയണം. 2 ഉള്ളം കൈകൾ 2 കാൽമുട്ടിലേക്ക് എത്തും വിധത്തിൽ കുനിയലാണ് റുക്കൂ. ഇനി നിസ്കാരത്തിന്റെ ഫർളുകൾ എത്രയാണ്? 14 ആണ്. ഇനി അടുത്തത് പാഠം 14, അബ്ആദ് സുന്നത്തുകൾ. നേരത്തെ നമ്മൾ നിസ്കാരത്തിന്റെ ഫർളുകൾ പഠിച്ചു. ഇനി നിസ്കാരത്തിന്റെ സുന്നത്തുകൾ പഠിക്കുകയാണ്. നിസ്കാരത്തിൽ 2 തരം സുന്നത്തുകളാണുള്ളത്. ഒന്ന് അബ്ആദ് സുന്നത്തുകൾ, മറ്റൊന്ന് ഹൈആത്ത് സുന്നത്തുകൾ. ആ അബ്ആദ് സുന്നത്തുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിസ്കാരത്തിന് നിരവധി സുന്നത്തുകളുണ്ട്. അവയിൽ 7 പ്രധാനപ്പെട്ടവയാണ്. അതിന് അബ്ആദ് എന്ന് പറയുന്നു. അല്ലാത്തവക്ക് ഹൈആത്ത് എന്ന് പറയുന്നു. അബ്ആദ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ സലാമിന് അല്പം മുമ്പ് 2 സുജൂദ് ചെയ്യണം. ഇതിന് സഹവിന്റെ സുജൂദ് എന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ അബ്ആദ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന സുന്നത്തുകൾക്കാണ് അബ്ആദ് സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പൊ താഴെ പറയാൻ പോകുന്ന ഈ സുന്നത്തുകൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ടാൽ സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് 2 സുജൂദ് ചെയ്താൽ, സഹവിന്റെ സുജൂദ് ചെയ്താൽ നമുക്ക് ആ നഷ്ടപ്പെട്ട സുന്നത്തിന് പരിഹാരമാകും. അത്തരം സുന്നത്തുകൾക്കാണ് അബ്ആദ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണത്? ഒന്നാമത്തെ തഹിയ്യാത്ത് ഓതൽ. ഉദാഹരണം, ളുഹർ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ 2ാമത്തെ റക്അത്തിൽ 1ാമത്തെ തഹിയ്യാത്തിന് വേണ്ടി ഇരിക്കും. പക്ഷെ ഒരാള് ആ 1ാമത്തെ തഹിയ്യാത്തിന് ഇരിക്കാതെ നേരെ 3ാമത്തെ റക്അത്തിലേക്ക് എണീറ്റു. നിസ്കാരം ബാത്തിലാകുന്നില്ല, പ്രശ്നമില്ല. പക്ഷെ അയാൾക്ക് അബ്ആദ് സുന്നത്തായ 1ാമത്തെ തഹിയ്യാത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ ആ 1ാമത്തെ തഹിയ്യാത്ത് അതിലിരിക്കാതെ മറന്നുകൊണ്ട് നേരെ 3ാമത്തെ റക്അത്തിലേക്ക് എണീറ്റാൽ പിന്നെ ഓർമ്മ വന്നു, പിന്നെ വേഗം 3ാമത്തെ റക്അത്തിൽ നിന്ന് വീണ്ടും ആ 1ാമത്തെ തഹിയ്യാത്തിന് വേണ്ടി ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്താൽ മതി? അവസാനം സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പ് 2 സുജൂദ് ചെയ്താൽ മതി. സഹവിന്റെ 2 സുജൂദ് ചെയ്താൽ നമുക്ക് നഷ്ടപ്പെട്ട ആ തഹിയ്യാത്തിന് പകരമാകും. 1ാമത്തെ തഹിയ്യാത്ത് ഒരു അബ്ആദ് സുന്നത്താണ്. പിന്നെ 2ാമത്തെ അബ്ആദ് സുന്നത്ത് 1ാമത്തെ തഹിയ്യാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. അത് ചൊല്ലാൻ മറന്നു. അങ്ങനെ മറന്നാൽ അവസാനമായി 2 സഹവിന്റെ സുജൂദ് ചെയ്താൽ പരിഹാരമാകും. 1ാമത്തെ തഹിയ്യാത്തിനും സലാത്തിനും വേണ്ടി ഇരിക്കൽ, ഇത് ഇരുന്നു കൊണ്ടല്ലേ ചെയ്യേണ്ടത്. പക്ഷെ ഇരിക്കാൻ ഒരാൾ മറന്നു. അങ്ങനെ മറന്നാലും പരിഹാരമായി അവസാനം 2 സുജൂദ് ചെയ്താൽ മതി. സുബഹിലും റമദാൻ 2ാം പകുതിയിലെ വിത്റിലും കുനൂത്ത് ഓതൽ. കുനൂത്ത് അബ്ആദ് സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പോൾ സുബഹി നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ 2ാമത്തെ റക്അത്തിൽ റുക്കൂവിന് ശേഷം എഴുത്തിദാല് ചെയ്യും. എഴുത്തിദാല് റബ്ബനാ ലക്കൽ ഹംദ് ഒക്കെ ചൊല്ലിയതിന് ശേഷം നമ്മൾ കുനൂത്ത് ഓതാറില്ലേ? പക്ഷെ ആ കുനൂത്ത് ഓതാൻ മറന്ന് നേരെ സുജൂദിലേക്ക് പോയാലോ? പ്രശ്നമല്ല. അവസാനം സലാമിന്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്താൽ മതി? 2 സുജൂദ് ചെയ്താൽ മതി. കുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിന്റെയും മേൽ സ്വലാത്ത് ചൊല്ലൽ. കുനൂത്ത്, ശേഷമുള്ള സ്വലാത്ത് എന്നിവക്ക് വേണ്ടി നിൽക്കൽ. അവസാനത്തെ തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഈ 7 കാര്യങ്ങളാണ് അബ്ആദ് സുന്നത്തുകൾ. എന്താണ് അബ്ആദ് സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ? ഈ 7 സുന്നത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ നമ്മൾ മറക്കുകയാണെങ്കിൽ അവസാനം സലാം വീട്ടുന്നതിന്റെ അല്പം മുമ്പ് 2 സുജൂദ് ചെയ്യൽ കൊണ്ട് ഇത് പരിഹാരമാകും. ഇത്തരം സുന്നത്തുകൾക്കാണ് അബ്ആദ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. ഉത്തരം എഴുതാം. അബ്ആദ് സുന്നത്തുകൾ എത്ര? ഏതെല്ലാം? 7 ഏതെല്ലാം നമ്മളിപ്പോ വിശദീകരിച്ചു. അബ്ആദ് ഒഴികെയുള്ള സുന്നത്തുകളുടെ പേരെന്താണ്? ഹൈആത്ത് സുന്നത്താണ്. അപ്പൊ വജ്ഹത്ത് ഓതൽ ഹൈആത്ത് സുന്നത്താണ്. ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും സൂറത്ത് ഓതൽ ഹൈആത്ത് സുന്നത്താണ്. ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയൽ ഹൈആത്ത് സുന്നത്താണ്. അതുപോലെ റുകൂഇൽ
അതുപോലെ സുജൂദിൽ എഴുത്തുദാലിലൊക്കെ ദിക്റുകൾ ചെല്ലാനുണ്ട്. ഇതെല്ലാം ഹയ്യാത്ത് സുന്നത്തുകളാണ്. അബാദ് സുന്നത്തുകളല്ലാത്ത മറ്റുള്ള സുന്നത്തുകൾക്കൊക്കെ എന്ത് പറയും? ഹയ്യാത്ത് സുന്നത്തുകൾ എന്ന് പറയും. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്താം. നിസ്കാരത്തിലെ എല്ലാ സുന്നത്തുകളും അബ്ആദ് എന്ന് പറയുന്നു, അത് തെറ്റാണ്. ചില സുന്നത്തുകൾക്ക് അബ്ആദ് എന്ന് പറയും, ചില സുന്നത്തുകൾക്ക് ഹയ്യാത്ത് എന്ന് പറയും. അബ്ആദ് സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ സഹവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്, ശരി. കുനൂത്ത് ഓതൽ എല്ലാ നിസ്കാരത്തിലും സുന്നത്താണ്, തെറ്റ്. സുബഹിയിലും അതുപോലെ റമദാനിന്റെ അവസാനത്തെ പകുതിയിലെ വിത്റിലുമാണ് കുനൂത്ത് ഓതേണ്ടത്. അബ്ആദ് ഒഴികെയുള്ള എല്ലാ സുന്നത്തുകൾക്കും ഹയ്യാത്ത് എന്ന് പറയും, ശരി. ഇനി ശരി അടയാളപ്പെടുത്തുക. അബ്ആദ് സുന്നത്തുകളുടെ എണ്ണം എത്രയാ? 7. അവിടെ നമ്മൾ ശരി മാർക്ക് കൊടുക്കണം. കുനൂത്ത് ഓതുന്നത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? സുബഹ്, റമദാനിന്റെ രണ്ടാം പകുതിയിലെ വിത്ർ, മൂന്നാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ചോദ്യം, അബ്ആദ് സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ഓപ്ഷൻ, സുജൂദ് ചെയ്യണം. ഇനി അബ്ആദ് സുന്നത്തുകളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഒന്നാമത്തെ തഹിയാത്ത്, അതുപോലെ കുനൂത്ത് ഓതൽ. ഇത് രണ്ടും അബ്ആദ് സുന്നത്തിൽ പെട്ടതാണ്. അപ്പൊ 7 അബ്ആദ് സുന്നത്തുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി 15ാമത്തെ പാഠം, നിസ്കാരത്തിന്റെ കറാഹത്തുകൾ. നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിസ്കാരത്തിലെ ഫർളുകൾ, സുന്നത്തുകൾ എന്നിവ നാം മനസ്സിലാക്കി. ഇവയെല്ലാം പാലിച്ച് ഭക്തിയോടെ നാം നിസ്കരിക്കണം. അതോടൊപ്പം നിസ്കാരത്തിൽ വന്നുപോകാതെ ശ്രദ്ധിക്കേണ്ട കറാഹത്തായ ചില കാര്യങ്ങളുണ്ട്. താഴെ പറയുന്നവ അവയിൽപ്പെട്ടതാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്താൽ ശിക്ഷയൊന്നുമില്ല, പക്ഷെ ഒഴിവാക്കിയാൽ കൂലിയുണ്ട്. അതിനാണ് കറാഹത്ത് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്ത കാര്യം ഏതൊക്കെയാണത്? തല, ചുമൽ എന്നിവ തുറന്നിടൽ. അപ്പൊ തല മറക്കാതെ ഒരാൾ നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. അപ്പൊ തല മറച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതുപോലെ ചുമൽ, നമ്മുടെ നെഞ്ചും ഒക്കെ ഷോൾഡറൊക്കെ തുറന്ന് നിസ്കരിക്കുക, അത് പറ്റൂല, അത് കറാഹത്താണ്. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കൽ. നിസ്കാരം വളരെ ഭക്തിയോടുകൂടെയാണ് നിസ്കരിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു അള്ളാഹുവുമായുള്ള സംഭാഷണമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ നല്ല ഭക്തി ഉണ്ടാവണം. എന്നാൽ ഈ നിസ്കാരത്തിലുള്ള ഭക്തിക്ക് എതിരാവുന്ന ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കൽ കറാഹത്താണ്. വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ മുഖം തിരിച്ചു നോക്കൽ, നെഞ്ചുകൊണ്ട് തിരിയൽ നിസ്കാരത്തെ ബാത്തിലാകും. അപ്പൊ മുഖം മാത്രമാണ് വലതുഭാഗത്തേക്ക് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞതെങ്കിൽ നിസ്കാരം ബാത്തിലാകൂല, പക്ഷെങ്കിലും കറാഹത്താണ്. എന്നാൽ നെഞ്ച് കിബിലയെ തൊട്ട് തിരിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും, പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻഭാഗത്തേക്കോ വലതുഭാഗത്തേക്കോ തുപ്പൽ നിസ്കാരത്തിലല്ലാത്തപ്പോഴും ഇത് കറാഹത്ത് തന്നെയാണ്. അപ്പൊ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് തുപ്പണം. ഏത് ഭാഗത്തേക്കാണ് നമ്മൾ തുപ്പേണ്ടത്? ഇടതുഭാഗത്തേക്കാണ് തുപ്പേണ്ടത്. മുൻഭാഗത്തേക്കോ വലതുഭാഗത്തേക്കോ തുപ്പാൻ പാടില്ല. അത് നിസ്കാരത്തിലും കറാഹത്താണ്, അല്ലാത്ത സമയത്തും കറാഹത്താണ്. ഇനി കാഷ്ടിക്കാനോ മൂത്രിക്കാനോ ഉള്ളപ്പോൾ നിസ്കരിക്കൽ. നമുക്ക് ഒന്നിനോ രണ്ടിനോ ഒക്കെ മുട്ടിയ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ? നിസ്കരിക്കൽ, അത് കറാഹത്താണ്. മക്ബറയിൽ വെച്ച് നിസ്കരിക്കൽ. ആഗ്രഹമുണ്ടായിരിക്കെ ഭക്ഷണത്തിന്റെ സാന്നിധ്യത്തിൽ നിസ്കരിക്കൽ. ഭക്ഷണം മേശപ്പുറത്ത് റെഡിയാണ്, നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുക, അങ്ങനെ വേണ്ട. അപ്പൊ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെയാണ് നിസ്കരിക്കേണ്ടത്. ഇവിടെ സുജൂദ് ചെയ്യുന്ന 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഏതാണ് ശരി? ഒന്നാമത്തതാണ് ശരി. രണ്ടാമത്തെ ചിത്രത്തിൽ കണ്ടോ, കാലിന്റെ വിരലുകളുടെ പള്ള ഒന്നും നിലത്ത് വെച്ചിട്ടില്ല, അത് തെറ്റാണ്. ഒന്നാമത്തെ ചിത്രം വളരെ പെർഫെക്റ്റ് ആയ രൂപത്തിൽ സുജൂദ് ചെയ്തിട്ടുണ്ട്, അതാണ് ശരി. കാലിന്റെ വിരലുകളുടെ പള്ളയൊക്കെ വളരെ കൃത്യമായി നിലത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഖിയാമ്. ഒരു കുട്ടി കണ്ടോ അങ്ങോട്ട് നോക്കുന്നത്, രണ്ടാമത്തെ കുട്ടി സുജൂദിന്റെ നേരെ പോയിന്റിലേക്ക് നോക്കുന്നുണ്ട്, അതാണ് ശരി. അപ്പൊ നിസ്കാരത്തിൽ നമ്മൾ എവിടേക്കാണ് നോക്കേണ്ടത്? സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. നിസ്കാരത്തിൽ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൽ തെറ്റ്. അതുപോലെ ഇടതുഭാഗത്തേക്ക് തുപ്പൽ ശരി. അപ്പൊ തുപ്പാനുണ്ടെങ്കിൽ ഇടതുഭാഗത്തേക്കാണ് തുപ്പേണ്ടത്. ഇനി യോജിച്ചത് ചേർക്കാം. കറാഹത്ത് സുന്നത്ത്. നിസ്കാരത്തിലല്ലാതെ വലതുഭാഗത്തേക്ക് തുപ്പൽ. നിസ്കാരത്തിലല്ലാതെ വലതുഭാഗത്തേക്ക് തുപ്പലും കറാഹത്താണ്. ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഓതൽ സുന്നത്താണ്. നമുക്ക് എഴുതാം. നിസ്കാരത്തിൽ കറാഹത്തായ 4 കാര്യങ്ങൾ, നമ്മൾ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, അത് 4 ഇവിടെ വിദ്യാർത്ഥികൾ എടുത്ത് എഴുതിയും വിദ്യാർത്ഥികൾ പരിശീലിക്കണം. ഇനി അവസാനത്തെ പാഠം, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ. എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് നിസ്കാരം ബാത്തിലാവുക? നിസ്കാരം വളരെ അച്ചടക്കത്തോടെ നിർവഹിക്കേണ്ടതാണ്. നിസ്കാരം ബാത്തിലാവുക എന്ന് പറഞ്ഞാൽ നിസ്കാരം നഷ്ടപ്പെടുക, ഇൻവാലിഡ് ആവുക കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവ 5 അപ്പൊ താഴെ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാകും. ഒന്നാമത്തത്, നിസ്കാരത്തിന്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക. നേരത്തെ നമ്മൾ 14 ഫർളുകൾ പറഞ്ഞല്ലോ, ആ 14 ഫർളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവായാൽ നിസ്കാരം ബാത്തിലാകും, നഷ്ടപ്പെടും.
ഏതെങ്കിലും ഷർത്തുകൾ ശരിയായി നിർവഹിക്കാതിരിക്കുക. നമ്മൾ 5 ഷർത്തുകൾ പറഞ്ഞു അല്ലെ? കിബിലയിലേക്ക് മുന്നിടുക, സമയമായെന്നറിയുക, അതുപോലെ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക, അങ്ങനെ 5 ഷർത്തുകൾ പറഞ്ഞല്ലോ. ഏതെങ്കിലും ഷർത്തുകൾ ശരിയായി നിർവഹിക്കാതിരുന്നാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ഒരാൾ ഒളു ഇല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല. നിസ്കാരത്തിൽ 2 അക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിക്കുക. നമ്മൾ നിസ്കാരത്തിൽ ചെല്ലേണ്ട ദിക്റുകൾ, നിർബന്ധമായും ഓതേണ്ട ദിക്റുകളും ദുആകളും ഒക്കെയുണ്ട്. അതല്ലാതെ നിസ്കാരത്തിൽ 2 അക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിച്ചാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നിസ്കാരത്തിൽ പറയപ്പെട്ട ദിക്റുകളോ മറ്റോ അല്ല ഇവിടെ ഉദ്ദേശം. അതല്ലാത്ത അർത്ഥമുള്ള ഒരക്ഷരമോ 2 അക്ഷരമോ ഒക്കെ ഉച്ചരിക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകും. തുടർച്ചയായി 3 തവണ അനങ്ങുക. അപ്പൊ നമുക്ക് ചൊറിയുന്നുണ്ട്, അപ്പൊ നമ്മൾ 3 അനക്കം അനങ്ങുന്ന രൂപത്തിൽ തുടർച്ചയായി പെട്ടെന്ന് മാന്തിയാൽ എന്താവും? നിസ്കാരം ബാത്തിലാകും. അപ്പോൾ വളരെ ഹിക്മത്തോടുകൂടെ 3 അനക്കം അനങ്ങാത്ത രൂപത്തിലാണ് നമ്മൾ അനങ്ങേണ്ടത്. 3 അനക്കം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉമിനീർ അല്ലാത്ത എന്തെങ്കിലും ഉള്ളിലേക്ക് കടക്കുക. അപ്പൊ കഫം പോലാത്തത്, അല്ലെങ്കിൽ നമ്മുടെ വായിൽ വല്ല ഭക്ഷണ വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ട്, അതൊക്കെ നമ്മൾ ഇറക്കിയാൽ എന്താകും? നിസ്കാരം ബാത്തിലാകും. നിസ്കാരം ബാത്തിലാകുന്നവയും അല്ലാത്തവയും ശരി തെറ്റുമാർക്ക് അടയാളപ്പെടുത്തുക. നിസ്കാരത്തിൽ സംസാരിക്കുക ബാത്തിലാകും. അതുപോലെ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുക, ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി നിസ്കാരത്തിൽ ഉള്ളിലേക്ക് ഇറക്കുക. ഇതിൽ നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിസ്കാരത്തിൽ സംസാരിക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകും. അതുപോലെ ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി നിസ്കാരത്തിൽ ഉള്ളിലേക്ക് ഇറക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകും. പിന്നെ സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഒഴിവാക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കുനൂത്ത് അബാദ സുന്നത്തിൽപ്പെട്ടതാണ്. പകരമായി അവസാനം സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് സഹവിന്റെ 2 സുജൂദ് ചെയ്താൽ മതി. നിസ്കാരത്തിൽ വുളൂ മുറിയൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകും. തല 1 തവണ ഇളക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. 3 തവണ തുടർച്ചയായി അനങ്ങിയാലാണ് നിസ്കാരം ബാത്തിലാവുക. നിസ്കാരത്തിൽ ഉമ്മ എന്ന് വിളിക്കൽ നിസ്കാരം ബാത്തിലാക്കും. അതുപോലെ നിസ്കാരത്തിനിടക്ക് ഔറത്ത് വെളിവാകൽ നിസ്കാരം ബാത്തിലാകും. കാരണം നിസ്കാരത്തിന്റെ ഷർത്താണ് ഔറത്ത് മറക്കുക എന്നുള്ളത്. അപ്പോൾ ഔറത്ത് വെളിവാകൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിനിടയിൽ കീഴ്വായു പോകൽ നിസ്കാരം ബാത്തിലാകും. വുളൂ മുറിഞ്ഞല്ലോ, അപ്പൊ നിസ്കാരം ബാത്തിലാകും. ഇനി പൂർത്തിയാക്കാം. തുടർച്ചയായി 3 പ്രാവശ്യം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. സൂറത്തോതിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. നിസ്കാരത്തിന്റെ ഫർളുകളിൽ വല്ലതും ഒഴിവായാൽ നിസ്കാരം ബാത്തിലാകും. അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത 2 അക്ഷരമോ ഉച്ചരിക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകും. ഡാഷ് അല്ലാത്തവ വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നിസ്കാരം ബാത്തിലാകും. ഉമിനീരല്ലാത്ത വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3ാം ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഫിഖ്ഹിൽ പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ നല്ല വിജയം നൽകി ഓരോരുത്തരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നിർബന്ധമായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.